ബിയൻകുട്ടി, അതായത് മൊയ്തീൻകുട്ടി എന്ന ബിയൻകുട്ടി തിരുരങ്ങാടിയുടെ വാദങ്ങൾ. ഒന്ന്, നബിദിനം, അതായത് റബീഉൽ അവ്വൽ മാസത്തിൽ നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മൗലിദ്, അന്നദാനം, മീലാദ് ഘോഷയാത്ര, സ്റ്റേജ് കെട്ടി മധു പറയൽ തുടങ്ങിയവ സുന്നത്താവുന്നു, അഥവാ പുണ്യവും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലവും കിട്ടുന്ന കാര്യവുമാണ്. ഇത് നിങ്ങളെ വാദം. അത് ഞാൻ തെളിയിക്കും. ഒന്ന്. ഈ രണ്ടാമത്തെ നിങ്ങൾ പിന്നീട് കാര്യം പറഞ്ഞു. നിങ്ങളെ വാദം ഇനി എതിർവാദം എഴുതണം. എതിർവാദം എഴുതി എങ്ങനെയാ? അത് നമുക്ക് നമ്മൾ ചെയ്താം. ഇപ്പൊ നിങ്ങൾ ഇത് എഴുതി കഴിഞ്ഞാൽ ഇതിന് എതിർവാദം നിങ്ങളെ വാദം എഴുതി. നിങ്ങൾ പേര് ആദ്യം എഴുതി. കൃത്യമായിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കോളി. ഈ പേജാണ് പോകുന്നല്ലോ ഉള്ളൂ, അത് താരമില്ല. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതി. മേൽവാദം മുകളിൽ വേണ്ടാന്ന് നബിദിനം ഇതേപോലെ തന്നെ എഴുതി. അങ്ങോട്ട് നോക്കണ്ട, മണി ഞാൻ എഴുതി തരാം. ഇതാ നബിദിനം അങ്ങനെ തന്നെ എഴുതി. അവൽ മാസത്തിൽ നിങ്ങൾക്ക് ചെറുപ്പം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു ഇപ്പം വരുന്നുണ്ട്. വരെ അനുബന്ധിച്ച് നടത്തപ്പെടുന്ന മൗലിദ്. നിങ്ങൾ വരെ ഇരിക്കേ. നിങ്ങൾ ബാബ പോണക്കല്ലോ. സ്റ്റേജ് കെട്ടി മതി പറയാൻ എന്നിവ പ്രതിഫലാർഹം, അഥവാ അള്ളാഹുവിൽ നിന്ന് പിന്നെ കൂലി കിട്ടും എന്ന ഉദ്ദേശത്തിൽ ആചരിക്കുന്നത് വിദഗ്ധത്തും വഴികേടും. വിദഗ്ധെന്ന് പറഞ്ഞ എന്താ സാധനം? സുന്നത്തിന് നമ്മളിവിടെ എഴുതിയില്ലേ? സുന്നത്തിനെതിരെ വിദഗ്ധ പറഞ്ഞേക്ക്. വിദഗ്ധെന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള എഴുതി. അതായത് സുന്നത്തിന് ഇതിൽ വൈകേട് പിന്നെ എഴുതാം. വൈകേട് ഈ വൈകേട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ബ്രാക്കറ്റ് എഴുതി ആചരിക്കുന്ന വിദഗ്ധം അതായത് സുന്നത്തിനെതിരെ. സുന്നത്തിനെതിരെ പറഞ്ഞാൽ ഇസ്ലാമിൽ പുതിയതായി ഒന്നും വേണ്ട. നിങ്ങൾ സുന്നത്തിനെതിരെ ഒന്നും വേണ്ട. ഞാൻ സുന്നത്താന്ന് പറഞ്ഞു. അപ്പൊ അതിന് എന്താണ് സുന്നത്ത് നമ്മൾ എഴുതി ഇല്ലേ? സുന്നത്താണ് പ്രതിഫലം കിട്ടുന്നത്. ഇപ്പൊ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ പ്രതിഫലം കിട്ടും എന്ന നിലയ്ക്ക് ചെയ്താൽ അത് എന്താണ്? വിദഗ്ധാണ്. വിദഗ്ധ എന്താണ്? നരകത്ത് പോണ സംഗതിയാണെന്നാണോ? അത് ഉറപ്പാണ്. എന്താ എഴുതി? അങ്ങനല്ല, ഇന്നും നരകത്ത് പോകുന്നുള്ളൂ. ഞാൻ നമ്മൾ പോകണ്ടല്ല. അങ്ങനെ ഒരു പ്രതിഫലം ഉണ്ട് എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്താൽ അത് വിദഗ്ധാണ്. അപ്പൊ നിങ്ങൾ എഴുതി എന്ത്? വിദഗ്ധ് നരകത്ത് പോണ സംഗതി എഴുതി. നോക്കി നിങ്ങൾ നോക്കണ്ട. ഇവിടെ നോക്കി. എനിക്കും കൂടി വിഷയം പറയാണ്ട്. അല്ല, വിദഗ്ധത്തിന്റെ സുന്നത്തിന്റെ എതിർ വിദഗ്ധാണ്. അപ്പം പറയുന്നോട്ടെ, ഇത് കേൾക്കി. ഞങ്ങൾ പറഞ്ഞ സുന്നത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗത്ത് പോണ കാര്യമാണ്. ചെയ്താൽ സ്വർഗത്ത് പോണ കാര്യമാണ് സുന്നത്ത് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വിദഗ്ധത്ത് എന്ന് പറഞ്ഞാൽ നരകത്ത് പോണ കാര്യത്തിനൊപ്പം ചെയ്താൽ നരകത്ത് സ്വർഗത്ത് പോവില്ല. പൂജ വെക്കണ്ട. കേൾക്കിങ്ങളെ വിഷയം മാറ്റേണ്ടി. ഇത് കേൾക്കി. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ. അതുപോലെ നിങ്ങൾ സംസാരിച്ചതിന് ശേഷം ഞാൻ സംസാരിക്കും. രണ്ടാളും കൂടി സംസാരിക്കും. അന്ന് കുറെ വള്ളം വെച്ചാണ്. അല്ല, അന്ന് വള്ളം നല്ലോണം ഞാൻ കുടിപ്പിച്ചാലേ കേൾക്ക്. ഞാൻ നിങ്ങളെ പെരീക്ക് അടുക്കളയൊക്കെ തെരഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞല്ല, നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വള്ളമല്ല, നിങ്ങൾക്ക് ബിരിയാണി ഞാൻ കുടിപ്പിച്ചു. ഇൻഷാ അല്ലാഹ്
നിങ്ങളിപ്പോ എന്താ നിങ്ങൾ സുന്നത്തിനോട് നിർവചിച്ചെങ്കിൽ ഈ വിദായത്ത് നരകത്ത് കാണുന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുള്ളതേ ഈ ചെയ്യുന്ന വിദായത്ത് നരകത്തിലേക്ക് കാണുന്നുള്ള നിങ്ങളോടല്ലേ ചോദിച്ചപ്പോ അവരോട് ചോദിക്കണ്ട നിങ്ങളോട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ വിദായത്താണ് എന്ന് പറഞ്ഞ നരകത്ത് പോയി ചാടണം അള്ളാഹിനെ ശിക്ഷ കിട്ടുന്ന കാര്യമെന്നല്ലേ നേരിട്ടുള്ള അർത്ഥം വിദാത്ത് എന്നാണ്. അഥവാ സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രതിഫലാർഹം, വിദാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതിഫലം കിട്ടാത്തത്. അത്രേ ഉള്ളൂ. അത് ചെയ്താൽ അല്ല ചെയ്താൽ തെറ്റ് അള്ളാഹിന്റെ ശിക്ഷ വാക്കില്ല. ആ വാക്ക് കഴിയില്ല. കാരണം ഒരാൾ സുഖം അധികാരമില്ല. ആദ്യം പറഞ്ഞ മറക്കരുത്. നിങ്ങൾ പറഞ്ഞ റസൂലുള്ള പറഞ്ഞതാണ് ഏത് ഈ വലാലത്ത് ചെയ്ത് ഞാൻ നരകത്ത് പോകും. അപ്പൊ ഇത് വലാലത്താണ് നരകത്ത് പോകേണ്ടതാണെങ്കിൽ നരകത്തിൽ പ്രവർത്തനം ചെയ്യുന്നതായിക്കോട്ടെ. ഒരാള് മുഷിരിക്കുന്നു പിന്നെ എന്ത് നിൽക്കുക എന്ന ആവശ്യം ഇങ്ങനെ കാണുകയാണ്. ഞാൻ സുന്നത്തിന്റെ നേരെ ഇത് എത്തിയിരിക്കുന്നത് ജന്മനത്തിനനുസരിച്ച് നടത്തുന്ന അതൊക്കെ സ്റ്റേജ് കെട്ടി മതപടി തുടങ്ങിയ സുന്നത്താവുന്നു. അഥവാ പുണ്യവും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം അള്ളാഹിൽ നിന്ന് കിട്ടുന്ന പറഞ്ഞാൽ പ്രതിഫലം അള്ളാഹിൽ നിന്ന് കിട്ടുന്ന എന്താണ് അള്ളാഹിൽ നിന്ന് കൂലി കിട്ടും. ഓപ്പോസിറ്റ് എന്താണ് അള്ളാഹിൽ നിന്ന് ശിക്ഷ കിട്ടും. ഓപ്പോസിറ്റ് എന്താ വരിക അള്ളാഹിന് ശിക്ഷ കിട്ടുന്നതുമാണ്. എന്നിവ പ്രതിഫലവും അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടും എന്ന ഉദ്ദേശത്തിൽ ആചരിക്കുന്ന വിദാത്തും അഥവാ എന്താണ് അതായത് അള്ളാഹുവിൽ നിന്ന് അല്ല വിദാത്ത് എന്ന് പറഞ്ഞാൽ അതായത് എന്താ അനാചാരം അനാചാരവും പിന്നെന്താണ് അള്ളാഹിൽ നിന്ന് അതേപോലെ ഇപ്പൊ തന്നെ വെള്ളം കുടിച്ചാലേ വിഷയം മാറും. ഞാൻ തെളിവ് വലിയ മോലൊക്കെ നിങ്ങൾ ചെയ്തിക്കണെങ്കിൽ അഥവാ അനാചാരവും അള്ളാഹുവിൽ നിന്ന് ശിക്ഷ ആരിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് ശിക്ഷ കിട്ടുന്ന കാര്യവുമാണ്. അങ്ങനല്ലേ നിങ്ങളെ വാദം? കിട്ടുന്ന കാര്യവുമാണ് കിട്ടുന്ന ഇതുമാണ്. എനിക്ക് ഇനി കാര്യം കിട്ടുന്ന കാര്യം ഈ കാര്യം ഇത് ചെയ്താൽ നിങ്ങൾ കിട്ടുന്ന മലയാള വാക്ക് പൂർത്തീകരിച്ച് എടുക്കണ്ടേ? രണ്ടാമതൊരു ഒന്നാമത്തെ തീരുമാനം രണ്ടാമത് വരെ ഒന്ന് കഴിഞ്ഞിട്ടില്ല രണ്ട്. നിങ്ങൾ അങ്ങനെ ആയാലും അങ്ങനെ ഒരു ഇതാ ഞാൻ അതൊന്ന് എന്ത് ചെയ്യാ ഒന്ന് വായിച്ചാണ് എനിക്ക് അയച്ചില്ല മൂപ്പര് നമുക്ക് പരിപാടിയില്ല. വിയൻകുട്ടി അഥവാ വിയൻകുട്ടി എന്ന മൊയ്തീൻകുട്ടി ഇതങ്ങാടിയ വാദങ്ങൾ. ഒന്ന് നബിദിനം, അതായത് റബീഉൽ അവ്വൽ മാസത്തിൽ നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മൗലിദ്, അന്നദാനം, മീലാദ് ഘോഷയാത്ര, സ്റ്റേജ് കെട്ടി മധു പറയൽ തുടങ്ങിയവ സുന്നത്താവുന്നു. അഥവാ പുണ്യവും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലവും കിട്ടുന്ന കാര്യമാണ്. ഇത് വിയൻകുട്ടിന്റെ വാദം. തിരങ്ങാടിക്കാരൻ വിയൻകുട്ടിന്റെ വാദമാണ്. ഇനി എന്റെ വാദം, അതായത് മൊയ്തീൻ കുട്ടി സൺ ഓഫ് മൊയ്തീൻ ഹുസൈൻ പുകയെ പൊറ്റത് എന്ന അവളുടെ വാദം. അത് എന്റെ വാദം. നബിദിനം അഥവാ റബീഉൽ അവ്വൽ മാസത്തിൽ നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മൗലിദ്, അന്നദാനം, മീലാദ് ഘോഷയാത്ര, സ്റ്റേജ് കെട്ടി മധു പറയൽ എന്നിവ പ്രതിഫലാർഹം അഥവാ അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടും എന്ന ഉദ്ദേശത്തിൽ ആചരിക്കുന്ന ബിദഅത്തും അഥവാ അനാചാരവും അള്ളാഹുവിൽ നിന്ന് ശിക്ഷ കിട്ടുന്നതുമാണ്. മതിയോ? എനിക്ക് മതി. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളിപ്പോ വന്ന ഉടനെ രണ്ടാമത് പറഞ്ഞാൽ രണ്ടാമത് പറഞ്ഞേ നിങ്ങൾ ദേവസ്ഥാനത്ത് വെച്ചിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ ഞമ്മക്ക് പറ്റിയ ആളെ കൊണ്ടുപോകും. വേണ്ട ആളെ കൊണ്ടുവരുവേ ഞാൻ പറ്റിയ നിങ്ങൾക്ക് നിങ്ങൾ വെച്ചാൽ ഞാനില്ല. ഞാൻ എന്താ അറിയില്ലേ എന്താ കാരണം അറിയോ? ഞാൻ ഇത് സംസാരിപ്പിക്കുന്ന കാരണം
നിങ്ങൾ പല കോന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പഠിച്ച മൗലവി സുലൈമാൻ എനിക്ക് ഞാൻ വലിയ പണ്ഡിതാ ചോദി ഞാൻ വലിയ പണ്ഡിതാണ് നിങ്ങൾക്ക് എനിക്ക് നിങ്ങൾ പോരാ ശരി ഇച്ചിങ്ങനെ ഏറെ പോരാ അതുകൊണ്ടാണ് കമ്മിയുള്ള ആളെ നിങ്ങളുണ്ട് അല്ല ഞാൻ ഇന്ത്യക്കാട് ഏറെ കമ്മിയുള്ള നിങ്ങൾ എത്താൻ പറ്റില്ല ഇന്ത്യക്കാട്ടി പിന്നെ വിവരമില്ലാത്ത ഒരാളെ നിങ്ങൾക്ക് കൊണ്ടുപോകും വിവരമില്ലാത്തവരാണ് പൊന്നാര സാഹിബായിട്ട് മുജാഹിദ് പറണ്ട പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റില്ല ഒരു രക്ഷയില്ല അല്ല നിങ്ങൾ വേറെ രണ്ടാമത് നിങ്ങൾ രണ്ടാമത് പറയാം ഇത് നമ്മൾ എങ്ങനെ എപ്പോ എനിക്ക് ഇന്ത്യക്കാട് വിവരമില്ലാത്ത ഒരാളെ കാണണം കണ്ടിട്ട് അയാളെ ചോദിക്കണം നിങ്ങൾക്ക് എപ്പോഴാണ് പാതിയാണോ മൂപ്പര് കുട്ടികളുടെ ഒരാളെ നിങ്ങളത് കുട്ടികളുടെ ഒരാളാ അല്ല മൂപ്പര് വിവരമുള്ള ഒരാളെ ഞാൻ കൂട്ടാം അപ്പൊ മൂപ്പര് കിട്ടുമല്ലോ മൂപ്പരെക്കാട്ട് വിവരമില്ലാത്ത ഒരാളെ മൂപ്പര് കൂട്ടുക അല്ല വിവരമില്ലാത്ത ഒരാളെ മൂപ്പര് കൂട്ടുക അത് എന്തിനാണ് ഇന്നെ കിട്ടാനാണ് അപ്പൊ നമുക്ക് ഈ കാര്യം മൂപ്പരാളെ പഠിച്ച അപ്പൊ മൂപ്പരമാര് വിവരമുള്ള ഒരാളെ ഞാനും കൂട്ടാം എന്നാ പിന്നെ നിങ്ങൾ ആയിക്കോട്ടെ എന്നാ അങ്ങനെ ആക്കാം അത് എന്ത് ചെയ്യാം ഇങ്ങളെ പോലെ വിവരമുള്ള ഒരാളെ ഞാൻ എന്ത് ചെയ്യാം ഞാൻ കൂട്ടാം വിളിച്ചോളാം അപ്പൊ എന്നാ നമ്മൾ കാരണം നിങ്ങൾ പറഞ്ഞ ഇന്ത്യക്കാട് വിവരമുള്ള അല്ല ഗന്യാണ് അല്ലല്ല ഗന്യാനല്ല എന്റെ കൂട്ടി ഒരാളുണ്ടോ അല്ല ആയിക്കോട്ടെ ഇങ്ങളെക്കാട്ടും വിവരമുള്ള ഇങ്ങളെ തന്നെ കിട്ടാൻ വേണ്ടി ഇമ്മിക്കാട്ടും വിവരമുള്ള നിങ്ങൾക്ക് കുഫോക്കാൻ വേണ്ടി ഞാൻ ആളെ കൊണ്ടുവരണ്ടേ ആ ആള് എപ്പോഴും റെഡിയാ നിങ്ങൾ എപ്പോഴോ സമയം ചേർന്ന് പറഞ്ഞാൽ എനിക്ക് സമയം പറയാൻ പറ്റില്ല കാരണം ഞാൻ ഒരാളെ കൊണ്ടുവരുന്നുണ്ട് ആ ആൾക്ക് സമയം ആവശ്യമുണ്ടല്ലോ ആവശ്യമുണ്ട് എനിക്ക് ആവശ്യമുണ്ട് കാരണം നിങ്ങൾക്ക് നിങ്ങളിപ്പോ ഒരാളാണ്ട് എത്ര ആളാച്ചാ നിങ്ങൾ അതിന് പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാൻ കേക്കി അതേപോലെ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ എന്റെ അനുഭവമൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു കാര്യം സഹിയായ ഹദീസിൽ നിന്ന് ഖുർആനിൽ നിന്നിട്ട് പ്രവാചകന്മാർ ചരിയിൽ നിന്നിട്ട് സ്വഹാബത്തിന്റെ അതായത് ഈ 4 കാര്യത്തിൽ നിങ്ങൾ തെളിയിക്കണം ആ കിതാബിലുണ്ട് ഈ കിതാബിലുണ്ട് മറ്റോ ചെയ്തിക്കണേ ഞങ്ങൾ പറയുന്ന കിതാബ് നിങ്ങൾക്ക് മുന്നിൽ ഹയാത്ത് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന കിതാബ് അംഗീകരിക്കപ്പെടുന്ന നമ്മൾ സാധാരണ സംവാദത്തിൽ എഴുതുന്ന പോലെ ഖുർആനും സുന്നത്തും അതുപോലെ ഇജ്മാവും ഖിയാസും ഇതെല്ലാം ഇതല്ലേ ഈ വിഷയത്തിൽ നിന്നുള്ള തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് സ്വീകരിക്കും. അപ്പൊ എന്തറിയോ നിങ്ങൾ കേട്ടി വിഷയം എന്തറിയോ മൗലിദ് കഴിക്കൽ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള മൗലിദ് കഴിക്കൽ പ്രത്യേക സുന്നത്താണ് എന്ന ധാരണയോടുകൂടി ചെയ്യല് വിദഗ്ധത്തും അത് എഴുതി കഴിഞ്ഞോ അതാണ് വിഷയം. അത് എഴുതി കഴിഞ്ഞോ സിയാസിത്തയിൽ നിന്നോ സിയാസിത്തയിൽ നിന്നോ ഖുറാനിൽ നിന്നോ സഹാബത്തിന്റെ ചരിത്രത്തിൽ നിന്നോ എന്താക്കണം അത് തെളിയിച്ചിരണം. അതാണ് അത് എഴുതിക്കണേ അത് എഴുതണം നിങ്ങൾക്ക് മുസ്ലിങ്ങളല്ലേ പറഞ്ഞാൽ മുസ്ലിം അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ ഞാൻ ഇതിനെ അനുഭവിച്ചു ദിവസം ഞാൻ പറഞ്ഞു കാരണം എനിക്ക് ആളെ കണ്ടിട്ട് ആയിക്കോട്ടെ ആളെ കണ്ട് ആളൊക്കെ കണ്ടാൽ നാളെ കണ്ടിട്ട് നാളെ വിളിച്ചു പറയും. പിന്നെ ഇവിടെ നിന്ന് സമയമൊക്കെ നമുക്ക് രാത്രി മാറിന്റെ ചക്കാം നമുക്ക് ഇങ്ങനെ എപ്പോഴും സമയം എനിക്ക് എപ്പോഴും ഇന്റെ പോയ വിഷയമല്ല കാരണം ഞാൻ മറ്റന്നാളാക്കിയാലോ ഞാൻ അന്ന് പോരാ ഇനി മതിക്ക് മതി എനിക്കൊരു വിഷയമില്ല. കാരണം കാര്യങ്ങള് സത്യത്തിനൊപ്പം എപ്പോഴും പിന്നെ എന്റെ ഭാഗത്ത് ഇന്നിക്കാട്ടി ചെറിയ കുട്ടിയേക്കാരും ഇന്നിക്കാട്ടി വലിയ മനുഷ്യനേക്കാരും ആരായാലും ശരി ഇയാള് പറ്റില്ല അയാൾ പറ്റില്ല എന്ന് പറയുന്നത് ആ ഓക്കെ അല്ല ഇത് പറയണം. അപ്പൊ ഇനിയിപ്പോ നിങ്ങളെ ഭാഗത്തുനിന്ന് മാത്രമാണ് കാരണം മുമ്പായിട്ട് നിങ്ങളെ ഭാഗത്തുനിന്ന് പൈസൽ മൂല്യമായാലും വേണ്ടില്ല ഞാൻ ഇന്ന മറ്റേത് ഏതൊക്കെ ഞാൻ പറയില്ല ആരായിക്കോട്ടെ ഞങ്ങൾക്ക് ആള് വലിപ്പ് എറിയുന്നൊന്നും കാര്യത്തിൽ വലിപ്പ് എറിയുന്നു നമ്മൾ പറയില്ല. നിങ്ങൾക്ക് ആരും തരാം ഞങ്ങളെ പെരുമാറ്റമൊക്കെ മാന്യമായ കാര്യത്തിൽ അതൊന്നും നിങ്ങൾ ഇതാക്കണ്ട. അപ്പൊ സ്ഥലങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ ഈ നിങ്ങൾ എ പി ഒ ഇ കെ സംസ്ഥാനാണോ അതല്ല ഈ പിന്നെ നമ്മുടെ
പിന്നെ ഇവരുണ്ടല്ലോ കുറെ തെരീക്കത്തുകൾ ആ, തെരീക്കത്ത്. അതിൽപ്പെട്ടതാണോ അപ്പൊ അതല്ല ചോദിച്ചാൽ മതി, ഞാൻ പറയട്ടെ. ആ. ഞാൻ ഈ AP സുന്നി, AP ഉസ്താദിന്റെ സുന്നി ആയാലും ഈ കെ ഉസ്താദിന്റെ സുന്നിയായാലും ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദിന്റെ സുന്നിയായാലും ആദർശം കൊണ്ടും അവരുടെ എല്ലാ കർമ്മം കൊണ്ടും ഞാൻ അംഗീകരിക്കുന്ന ആളാണ്. എല്ലാം. പക്ഷെ എന്റെ പ്രവർത്തന മേഖല ഞാൻ മഹാനായ AP ഉസ്താദിന്റെ അനുയായിയാണ്. അതിൽ ഞാൻ അഭിമാനിക്കുന്ന ആളുമാണ്. അൽഹംദുലില്ലാ. കേരള മുസ്ലിം ജമാഅത്തിലുണ്ട്, എല്ലാത്തിലും അപ്പൊ നിങ്ങൾ AP സുന്നിയാണ്. AP സുന്നി 110 സുന്നി. അന്ന് ഞാൻ എന്ത് കേട്ടോളി, ഞാൻ വിസ്റ്റം ഗ്ലോബൽ അത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ ഫൈസൽ മൗലവിന്റെ അനുയായിയാണ്. പേര് മാറിക്കണേ അതെ. പറഞ്ഞു വെച്ചല്ലോ. ബൂട്ടയക്കണേ വാത്തുമാക്കും ഞാമത്തി റീതിലെത്തുമ്പോ ഇസ്ലാം ദീന ദീനതാക്കിയിരിക്കും ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മാമാക്കുന്ന അള്ള പറഞ്ഞു. ആ ആയത്ത് പോയി കഴിഞ്ഞ് വന്ന ശേഷം അതിന് ശേഷം റസൂൽ എന്ന് പറഞ്ഞേ ഒമൻ അഹ്ദസ, ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ ഈ അമ്പിനെ ഏതിനു ശേഷം ഈ റസൂലുള്ളാഹി തങ്ങൾ ഈ പ്രഖ്യാപിച്ച ഹജ്ജത്തുൽ വിദാഇന്റെ അന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഇനി അങ്ങോട്ട് പുതിയത് എന്തെങ്കിലും അത് കൊണ്ടുവരണം. എന്നോ ഇന്നോന്നല്ല ഞാൻ പറയില്ല. അതിനുശേഷം. അത് അതിനുശേഷം പറഞ്ഞു വന്ന്. ഒമൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, ആരെങ്കിലും നമ്മുടെ ഈ ദീനികാര്യത്തില് അഹദസ പുത ഉണ്ടാക്കി ഫി അംബിന ഹാദ എന്ന് പറയും ദീനകാര്യത്തില് ചോറ് ചിനോട്ടല്ല ഏത് തുറന്ന് പറഞ്ഞു നിങ്ങൾ തുറക്കുമ്പോ എന്താ നിങ്ങള് തുറക്കുമ്പോ പലതും അല്ല നിങ്ങൾ പറയണ്ടേ എന്തെങ്കിലും തന്നിക്കാൻ പറ്റുമോ? അതൊന്നല്ല ഞാൻ ചോദിക്കണ്ടേ. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടും എന്ന നിലയിൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ല, അതല്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. ഇത് നമ്മൾ കുപ്പായം ധരിക്കണ മാതിരി ഹെൽമെറ്റ് ധരിക്കണ മാതിരി അല്ല. കൂലി കിട്ടും, അള്ളാഹുവിൽ നിന്ന് ഇത് പുണ്യമുള്ള കാര്യമാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കർമ്മം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് കൂലി പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്നല്ല പറഞ്ഞത്. ഈ ബാക്കി പറയാം. അങ്ങനെ അതായത് എന്റെ കൽപ്പമില്ലാത്ത നിലയ്ക്ക് ആരെങ്കിലും കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, മടക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീനിൽ അതിന് യാതൊരു അസ്ലും ഇല്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് ഞാൻ പറഞ്ഞത് ആ നിലയ്ക്ക് ബിദഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കെന്ന് വ്യക്തമാണ്. ദീനാണെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പുതിയ കർമ്മം ഇസ്ലാമിൽ കൊണ്ടുവരാം. ഉദാഹരണം എന്ത്? മയ്യത്ത് നിസ്കാരം കുത്തുബ അനറബി ഭാഷയിലുള്ള ഉദാഹരണം. കുത്തുബ അനറബി ഭാഷ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കാത്തത് ഞാൻ പറയട്ടെ. നിങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കല്ലേ? കുത്തുബ അനറബി ഭാഷയിൽ കേൾക്കും. അതെന്താണ്? റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഹദീസിനെതിരാണ്, ഈ കാര്യത്തിനെതിരാണ്. അത് തങ്ങൾ ഹജ്ജത്തുൽ വിദാഇ റസൂലുള്ളാഹി തങ്ങൾ മതം പൂർത്തീകരിച്ചതിന് ശേഷം പിന്നീട് മൗലവിമാര് കടത്തിക്കൂട്ടിയ കാര്യമാണിത്. ഞങ്ങൾ ഞങ്ങൾ ബിദഅത്തുകാർ നിങ്ങൾ മുമ്പ് കണ്ടല്ലോ. അത് വിഷയമല്ല. മണ്ണിട്ട് പൂച്ച മണ്ണിട്ട് ബിദഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ ആ തുലാസിൽ ഇട്ടിട്ടാണ് പൂക്കണ്ടേ. ഇത് റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജത്തുൽ വിദാഇന്റെ മുമ്പില്ല, ശേഷമാണ് ഈ അനാചാരം കൊണ്ടുവരുന്നത്. ലോകത്ത് ആദ്യമായിട്ട് നിങ്ങൾ മാതൃകയാക്കിയത് തുർക്കിയിലെ കമാൽ ബാദ്ഷ എന്ന് പറയുന്ന ഒരു മത പരിഷ്കർത്താവിനെയാണ്. മതപരിത്യാഗി. അല്ല ഞങ്ങളിപ്പോ ചർച്ച ചെയ്യണ്ടേ? ചർച്ച ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തടിവാരികളല്ല. പറഞ്ഞത് ബിദഅത്തിന്റെ അല്ലല്ല, ബിദഅത്തിന്റെ സാങ്കേതികാണ് പറഞ്ഞിട്ടുണ്ടേ. പിന്നേതാണ്? അല്ല നിങ്ങൾ പറഞ്ഞല്ലോ സാങ്കേതിക ബിദഅത്ത് പറഞ്ഞ എന്താന്നുള്ളത് അനർബി ഭാഷയിലുള്ള നടത്താൻ പോവല്ലേ? അതാ ഞാൻ ഇവിടെ കേൾക്കണ്ടേ? ആ വാദം നടത്തണ്ട, അത് നടത്തണ്ട. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ അവള് പറയലേ? അല്ല ബിദഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതല്ല ബിദഅത്ത് ബിദഅത്ത് പറഞ്ഞപ്പോൾ എഴുതി. ബിദഅത്ത് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ കിട്ടുന്ന കാര്യം നിങ്ങൾ എഴുതി അല്ല അല്ലേ? ബിദഅത്ത് എന്ന് പറഞ്ഞാൽ ശിക്ഷ കിട്ടുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ റസൂൽ പറഞ്ഞു. അത് നമ്മൾ ഈ വിഷയത്തിൽ പറഞ്ഞാണ്. ബിദഅത്ത് എന്ന് പറഞ്ഞാല് ഇസ്ലാമിൽ കൂലി കിട്ടും എന്ന അവിടുന്ന് ഒരു അർത്ഥമില്ല. അവിടുന്ന് നബിദത്തിനെ മാറ്റിപ്പടി മാത്രം പറഞ്ഞാളി ഇവിടെ നബിദത്തിനെ ഇവിടുത്തെ ചർച്ച ബിദഅത്ത്. നബിദിനത്തെ പറ്റി പിന്നെ ചർച്ച ചെയ്യാന്നാ പറഞ്ഞത്. അല്ല ബിദഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അതിന് നബി റസൂൽ പറഞ്ഞ കാര്യം പറഞ്ഞു. ആ പറഞ്ഞത് എന്താണ്? ആ പറഞ്ഞത്
ഇവര് ചെയ്യുന്ന ആഴ്ചയിൽ ഈ മലയാള പ്രസംഗം കുത്തുബയുടെ പേരിൽ പച്ച കളവ് പറഞ്ഞിട്ട് ജനങ്ങളെ അത് ചെയ്യുന്ന പെടൂലേ. അത് നിങ്ങൾ വിധേയത്ത് പെട്ടൊക്കെ എന്ത് ചെയ്തോളി. എനിക്കൊരു വിഷയമല്ല. അത് നിങ്ങൾ എന്നെ നന്നാക്കാനും ഇന്നെ നിങ്ങള് അതിൽ തിരിച്ചു വരുന്ന നല്ല ഇവിടെ ചർച്ച. നമ്മളെ നന്നാക്കാൻ തന്നെയാണ് നിങ്ങൾ സ്വർഗത്ത് കൊണ്ടുപോകാൻ ആ സ്വർഗത്തിൽ കൊണ്ടുവരാൻ തന്നെയാണ് വന്നിട്ടുണ്ട്. അല്ലിപ്പോ ഇത്രയും ദൂരത്ത് ഞാനിപ്പോ ഈ വണ്ടി എടുത്തു കൊണ്ട് വന്നതിനാണ് കപ്പടാച്ച് വർത്താനം പറയാൻ അല്ല. കേക്കി നിങ്ങൾ കുറെ ഈ മുരുട്ടത്തരും കുരുട്ടത്തരും കുറെ എന്തൊക്കെയോ വൈരസ് നിങ്ങൾ തലയിൽ കയറിക്കണം. അത് ഇറക്കാൻ തന്നെയാണ് ഈ ചർച്ച കഴിഞ്ഞാൽ തൊള്ളവളായിട്ടല്ല. അപ്പൊ ഇൻഷാ അള്ളാഹ് നിങ്ങൾ ഡേറ്റ് പറഞ്ഞോളൂ. കേക്കി നിങ്ങൾ ഡേറ്റ് പറഞ്ഞോളി. ഇൻഷാ അള്ളാഹ് ഡേറ്റ് നിങ്ങൾ ഇന്ന് രാത്രി അറിയിക്കും. നിങ്ങൾ നന്മ ഉണ്ടല്ലോ അല്ലോ പ്രതിഫലം തരട്ടെ. ഈ നന്മക്ക് ഇന്ന സുഖത്ത് കൊണ്ടാവില്ല. പക്ഷെ ഒരു വിഷയം ഈ ദിവസത്തിലെ നോക്കി ഈ ചർച്ച